ജവഹർലാൽ നെഹ്റു ജീവചരിത്രം കുറിപ്പ്. 1889 നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജ്, ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നെഹ്റുവിൻ്റെ സർവകലാശാല വിദ്യാഭ്യാസം. 2 കൊല്ലക്കാലം ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കിയ നെഹ്റു 1912 ബാരിസ്റ്റർ പരീക്ഷ പാസായി ഇന്ത്യയിൽ മടങ്ങിയെത്തി. പിന്നീട് നെഹ്റു അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ജോലി ആരംഭിച്ചു. ഇക്കാലയളവിൽ രാഷ്ട്രീയത്തോട് താൽപ്പര്യമുണ്ടായിരുന്ന നെഹ്റു പതുക്കെ അഭിഭാഷക ജോലി വിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്ക് നീങ്ങി. 1916 മാതാപിതാക്കളുടെ താൽപ്പര്യപ്രകാരം കമലയെ വിവാഹം കഴിച്ചു. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. 1920 യുണൈറ്റഡ് പ്രവിശ്യകളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിനും കിസാൻ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി. 1928 സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തു. 1930 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം അവതരിപ്പിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം അറസ്റ്റിലായി. 1921-1945 കാലഘട്ടത്തിൽ നിരവധി സമരങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹം പലതവണ അറസ്റ്റ് വരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച അദ്ദേഹം 1947 മുതൽ 1964 വരെ 17 വർഷം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1964 മെയ് 27 ന്യൂഡൽഹിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. നെഹ്റുവിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യയിലുടനീളം ശിശുദിനമായി ആഘോഷിക്കുന്നു.